നമസ്കാരം. പുതിയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ദി ഹിന്ദു പത്രത്തിൽ വന്ന ഒരു പ്രധാന ലേഖനവും അതോടൊപ്പം ലേണേഴ്സ് IAS തയ്യാറാക്കിയ ചില സ്റ്റഡി നോട്ട്സുമാണ് നോക്കുന്നത്. ഇത് പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ അല്ലേ? അതെ, ആ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി, അതിനുശേഷം നമ്മുടെ പാർലമെന്റിൽ നടന്ന ചർച്ച, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ശരി. അപ്പോൾ UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായും. ഇതിന്റെ ഉള്ളടക്കം എന്താണ്, എന്തൊക്കെ വിമർശനങ്ങൾ ഉയർന്നു, പിന്നെ പരീക്ഷയ്ക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. തീർച്ചയായും. UPSC പരീക്ഷയുടെ കാര്യമെടുത്താൽ ഇതിന് പ്രിലിംസിലും മെയിൻസിലും പ്രാധാന്യമുണ്ട്. എവിടെയൊക്കെയാണ് പ്രധാനമായും വരുന്നത്? പ്രിലിംസിൽ ഇന്ത്യൻ പോളിറ്റി ഗവേണൻസ് ഭാഗത്ത്, അതായത് പാർലമെന്റ്, പ്രതിപക്ഷത്തിന്റെ റോൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരിയാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 2-ല് പാർലമെന്റിന്റെ ഘടന, പ്രവർത്തനം, പിന്നെ ഈ പ്രതിപക്ഷത്തിന്റെ പങ്ക്, ഇതൊക്കെ സ്ഥിരം വിഷയങ്ങളാണല്ലോ. അതെ. അതുപോലെ GS പേപ്പർ 3-ല് നമ്മുടെ അതിർത്തികളിലെ സുരക്ഷാ വെല്ലുവിളികൾ, അതിന്റെ മാനേജ്മെന്റ്, അവിടെയും ഈ ചർച്ചയുടെ പശ്ചാത്തലം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ essay പേപ്പറിലും ദേശീയ സുരക്ഷ, പാർലമെന്ററി ജനാധിപത്യം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം, അങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ ഈ പോയിന്റ്സ് ഒക്കെ ഉപയോഗിക്കാം, അല്ലേ? തീർച്ചയായും. ഭരണകൂടത്തിന്റെ നയങ്ങളെ പാർലമെന്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഓക്കെ, അപ്പം നമുക്ക് ലേഖനത്തിലേക്ക് കടക്കാം. എന്താണ് അതിലെ പ്രധാന കണ്ടെത്തലുകൾ? പ്രധാനമായും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാർലമെന്റ് നടന്ന ചർച്ചയുടെ ഒരു നിലവാരമില്ലായ്മയെക്കുറിച്ചാണ് വിമർശനം. അതായത് സൈന്യത്തെ അഭിനന്ദിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്നു. അതെ, അവിടെയൊരു തർക്കവുമില്ലായിരുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ സൈന്യത്തെ പ്രശംസിച്ചു. പക്ഷേ അതവിടെ തീർന്നു, അല്ലേ? അതെ, ബാക്കി കാര്യങ്ങളിൽ ആ ഒരു യോജിപ്പ് കണ്ടില്ല. പാകിസ്ഥാനെതിരെ ഒരു ശക്തമായ നടപടി വേണമെന്നൊരു പുതിയ നയം സർക്കാർ കൊണ്ടുവന്നു. അതിനെ ഭരണപക്ഷം നന്നായി പുകഴ്ത്തി. ശരിയാണ്, ആ ഒരു പുതിയ സ്ട്രൈഡന്റ് അപ്രോച്ചിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ നയം കൊണ്ട് എന്തു നേടി, ഭാവിയിൽ എന്തായിരിക്കും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ഒരാഴത്തിലുള്ള ചർച്ച നടന്നില്ല എന്നാണ് ലേഖനം പറയുന്നത്. അതൊരു പ്രധാന പോയിന്റാണ്. നയങ്ങളുടെ ദീർഘകാല ഫലങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലോ. അതുപോലെ ഈ ഭീകരാക്രമണം നടക്കാൻ കാരണം എന്തെങ്കിലും സുരക്ഷാ വീഴ്ചകളായിരുന്നോ എന്നതിനെക്കുറിച്ചൊരു ആത്മപരിശോധന നടത്താൻ സർക്കാർ തയ്യാറായില്ല എന്നും വിമർശനമുണ്ട്. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലെ ഒരു വിമുഖത. അതെ. പിന്നെ അമേരിക്കൻ മധ്യസ്ഥതയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ വന്നു. അതിൽ നിന്നൊക്കെ സർക്കാർ ഒഴിഞ്ഞുമാറിയെന്നും പറയുന്നു. ആ ഭാഗവും ശ്രദ്ധേയമാണ്. ഏറ്റവും പ്രധാനമായി പ്രതിപക്ഷത്തിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്ത് വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ ഒരു ശ്രമം നടന്നു എന്നും ലേഖകൻ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ശരി, ഇവിടെ നമുക്ക് പ്രിലിംസിന് വേണ്ട ചില അടിസ്ഥാന ആശയങ്ങളൊന്ന് ഉറപ്പിക്കാം. എന്തൊക്കെയാണത്? ഒന്ന്, പാർലമെന്ററി ചർച്ച, പാർലമെന്ററി ഡിബേറ്റ്. ഇത് സർക്കാരിനെ അവരുടെ നയങ്ങളുടെ പേരിൽ ഉത്തരവാദിത്തമുള്ളവരാക്കാനുള്ള ഒരു പ്രധാന ജനാധിപത്യ വേദിയാണ്. ശരി. 2, പ്രതിപക്ഷത്തിന്റെ പങ്ക്, റോൾ ഓഫ് ദി ഒപ്പോസിഷൻ. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക എന്നത് മാത്രമല്ല, ക്രിയാത്മക വിമർശനം, ബദൽ നിർദ്ദേശിക്കൽ, സുതാര്യത ഉറപ്പാക്കൽ, ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ ജോലിയാണ്. ഈ ലേഖനത്തിൽ ഇന്ത്യയുടെ പാകിസ്ഥാനോടുള്ള നയത്തിൽ ഒരു മാറ്റം വന്നതായി പറയുന്നുണ്ടല്ലോ. സ്ട്രാറ്റജിക് റെസ്ട്രെയിന്റ് എന്നിൽ നിന്ന് മാറിയെന്ന്. അതെ, തന്ത്രപരമായ സംയമനം എന്ന പഴയ നിലപാടിൽ നിന്ന് മാറി കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുന്നൊരു രീതിയിലേക്ക് സ്ട്രൈഡന്റ് അപ്രോച്ച് മാറി എന്നാണ് സൂചന. ഇതാണ് ദേശീയ സുരക്ഷാ സിദ്ധാന്തത്തിലെ മാറ്റമായി പറയുന്നത്, അല്ലേ? അതെ, അതായത് പ്രകോപനമുണ്ടായാൽ സംയമനം പാലിക്കുന്നതിനു പകരം ശക്തമായി പ്രകടമായി തിരിച്ചടിക്കുക എന്നതിലേക്ക് ഒരു മാറ്റം. ഓപ്പറേഷൻ സിന്ദൂർ ഒരു ഉദാഹരണമായി കാണാം. ഓക്കെ. ഇനി മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ ചർച്ചയുടെ ഗുണനിലവാരക്കുറവ് തന്നെയാണ് പ്രധാന വിമർശനം. അതെ, ദേശീയ സുരക്ഷാ വിഷയങ്ങൾ പോലും പലപ്പോഴും വെറും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളായി മാറുന്നു. നയപരമായ വിശകലനങ്ങൾ കുറയുന്നു. സർക്കാർ സമീപനത്തെക്കുറിച്ച് ലേഖനം എന്താണ് പറയുന്നത്? 1, ഞങ്ങൾ വളരെ ശക്തരാണ് എന്ന് കാണിക്കാനുള്ള ശ്രമം, പ്രൊജക്റ്റിംഗ് സ്ട്രെങ്ത്. 2, പ്രതിപക്ഷത്തിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്ത് ശരിക്കുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ നോക്കുക, കൺട്രോളിംഗ് നെറേറ്റീവ്. 3, ഈ US മധ്യസ്ഥത പോലുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഉത്തരം നൽകാതെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുക.
ഇവേഡിംഗ് അക്കൗണ്ടബിലിറ്റി. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നൊക്കെ മെയിൻസ് ആൻസറിൽ എഴുതുമ്പോൾ ഒരു ഉദാഹരണം വെച്ച് സ്ഥാപിക്കണ്ടേ? തീർച്ചയായും. ഈ ലേഖനത്തിൽ പറഞ്ഞതുപോലെ US മധ്യസ്ഥതയുടെ കാര്യത്തിൽ സർക്കാർ വ്യക്തമായ മറുപടി നൽകാതിരുന്നത് ഒരു ഉദാഹരണമായി പറയാം. സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചൊരു തുറന്ന ചർച്ചയോ ആത്മപരിശോധനയോ ഒഴിവാക്കുന്നതും ഇതിന്റെ ഭാഗമായി കാണാം. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളോ? പ്രതിപക്ഷം ശരിയായ ചോദ്യങ്ങൾ ചോദിച്ചു. സുരക്ഷാ വീഴ്ച, US മധ്യസ്ഥതയൊക്കെ അവർ ഉന്നയിച്ചു. പക്ഷേ സർക്കാരിന്റെ ഈ പുതിയ നയത്തിന് പകരമായി വ്യക്തമായൊരു ബദൽ മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് എത്രത്തോളം കഴിഞ്ഞു എന്നതും ഒരു ചോദ്യമാണ്. ശരിയാണ്. അപ്പോ ഈ പാർലമെന്ററി ചർച്ചകളിലെ ബലഹീനതകളായി എന്തൊക്കെയാണ് ലേഖനം എടുത്തു പറയുന്നത്? പ്രധാനമായും 3 കാര്യങ്ങൾ. 1. സുരക്ഷാ വീഴ്ചകളിൽ ഒരു ആത്മപരിശോധനയുടെ അഭാവം. ശരിയാണ്. 2. പരസ്പരം പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം. ഇവേഷൻ ആൻഡ് ബ്ലെയിം ഗെയിം. 3. പുതിയ സൈനിക തന്ത്രം അല്ലെങ്കിൽ നയം, അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് യാതൊരു ഗൗരവമായ ചർച്ചയും നടന്നില്ല എന്നത്. ആബ്സൻസ് ഓഫ് സബ്സ്റ്റന്റീവ് പോളിസി ഡിബേറ്റ്. ഇതിനൊരു പരിഹാരം എന്തായിരിക്കും? മുന്നോട്ടുള്ള വഴി? ദേശീയ സുരക്ഷ പോലുള്ള വിഷയങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കാണണം. അതൊന്നാമത്തെ കാര്യം. ശരിയാണ്. പാർലമെന്റിൽ കൂടുതൽ ക്രിയാത്മകമായ നയപരമായ ചർച്ചകൾ വരണം. സർക്കാർ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും കാണിക്കണം. പ്രതിപക്ഷമോ? പ്രതിപക്ഷം വെറും വിമർശനത്തിനപ്പുറം പ്രായോഗികമായ ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ടുവയ്ക്കണം. പിന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റികൾ, ഉദാഹരണത്തിന് പ്രതിരോധം, വിദേശകാര്യമൊക്കെ നോക്കുന്ന കമ്മിറ്റികൾക്ക് കൂടുതൽ റോളും അധികാരവും നൽകി ശക്തിപ്പെടുത്തണം. വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോ ചുരുക്കത്തിൽ, ദേശീയ സുരക്ഷ പോലെ ഇത്രയും നിർണായകമായ ഒരു വിഷയത്തിൽ പാർലമെന്റിൽ നടക്കേണ്ടത് വെറും രാഷ്ട്രീയ മുതലെടുപ്പല്ല, മറിച്ച് രാജ്യത്തിന്റെ താൽപ്പര്യം മുൻനിർത്തി വളരെ ആഴത്തിലുള്ള ക്രിയാത്മകമായ സംവാദങ്ങളാണ് എന്നാണ് ഈ വിശകലനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതെ. സൈനിക നടപടികൾക്ക് ശേഷം പോലും സർക്കാരിനെ ചോദ്യം ചെയ്യാനും നയങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്താനും കഴിയുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാവുന്നത്. ശരിയാണ്. ഈ വിശകലനം കേൾക്കുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിലെ പൗരനെന്ന നിലയിൽ ഇത്തരം സംവാദങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് പങ്കാണ് വഹിക്കാൻ കഴിയുക എന്നൊന്ന് ആലോചിച്ചു നോക്കുന്നത് നന്നായിരിക്കും. അതൊരു നല്ല ചിന്തയാണ്. ശരി. അപ്പൊ നമുക്ക് അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. അപ്പോ ഇന്ന് നമുക്ക് ഇന്ത്യയുടെ അയൽപക്ക മാധ്യമ നയത്തെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. പ്രത്യേകിച്ചും ഈയിടെ മാലിദ്വീപുമായി ഉണ്ടായ ചില കാര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ. അയൽപക്ക മാധ്യം മാലിദ്വീപ് വഴി ഇന്ത്യൻ നയതന്ത്രം എന്നൊരു ലേഖനമുണ്ടായിരുന്നു. അതിലെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. അതെ, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണിത്. തീർച്ചയായും. പ്രത്യേകിച്ച് ഇപ്പോഴീ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ പഠിക്കുന്നവർക്ക്, പിന്നെ സിവിൽ സർവീസ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഇത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ശരിയാണ്. കാരണം പ്രിലിംസിനൊക്കെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, പിന്നെ ഈ അയൽപക്ക മാധ്യമ നയം, സാഗർ വിഷൻ ഇതൊക്കെ വരും. പിന്നെ സാമ്പത്തിക കാര്യങ്ങളും, ലൈൻ ഓഫ് ക്രെഡിറ്റ്, കറൻസി സ്വാപ്പൊക്കെ. അതെ. മെയിൻസിനും GS പേപ്പർ 2 ഇന്ത്യയും അയൽരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഇതൊക്കെ പ്രധാനമാണ്. ശരി, അപ്പോൾ വിഷയത്തിലേക്ക് വരാം. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു, അദ്ദേഹം തുടക്കത്തിൽ ഇന്ത്യ ഔട്ട് എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അതായിരുന്നു തുടക്കം. പക്ഷേ ഈയിടെ പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചവിടെ പോയി. ചില പ്രധാന തീരുമാനങ്ങളും എടുത്തു. ഇതൊരു വലിയ മാറ്റമല്ലേ? തീർച്ചയായും വലിയ മാറ്റം തന്നെയാണ്. തുടക്കത്തിലെ ആ ഒരു നിലപാടിൽ നിന്ന് കാര്യങ്ങൾ മാറി. ആ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്നത് ഇന്ത്യ മാലദ്വീപിന് ഒരു പുതിയ ലൈൻ ഓഫ് ക്രെഡിറ്റ്, അതായത് ഒരു വായ്പാ സഹായം പ്രഖ്യാപിച്ചു എന്നതാണ്. ഓക്കേ, എത്രയായിരുന്നു അത്? ഏകദേശം $565 മില്യൺ. ഇത് കുറഞ്ഞ പലിശയ്ക്ക് ദീർഘകാലത്തേക്ക് കൊടുക്കുന്ന ഒന്നാണ്. അതോടൊപ്പം അവർക്ക് നിലവിലുള്ള ലോണുകളുടെ വാർഷിക തിരിച്ചടവ് ഭാരമുണ്ടല്ലോ, അത് ഏകദേശം 40% കുറയ്ക്കാനും തീരുമാനിച്ചു. അത് മാലിദ്വീപിന് വലിയൊരു സഹായമായിരിക്കും അല്ലേ? അതെ, അവരുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. ഈ ലൈൻ ഓഫ് ക്രെഡിറ്റ് അഥവാ LOC എന്ന് പറയുന്നത് സാധാരണ ലോൺ പോലെ അല്ലെന്നല്ലേ പറഞ്ഞത്? എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? ശരിയാണ്, അതൊരു ഒരു സോഫ്റ്റ് ലോൺ പോലെയാണ്. അതായത്
ഒരു നിശ്ചിത തുക വരെ അവർക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കാം. ഓക്കെ. അത് മുൻകൂട്ടി തീരുമാനിച്ച വികസന പദ്ധതികൾക്ക് വേണ്ടിയായിരിക്കും. പലിശ കുറവായിരിക്കും, തിരിച്ചടവിന് കൂടുതൽ സമയവും കിട്ടും. നമ്മുടെ അയൽപക്കം ആദ്യം നയത്തിന്റെ ഭാഗമായിട്ട് അയൽ രാജ്യങ്ങളെ സഹായിക്കാനുള്ള ഒരു വഴിയാണിത്. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും സഹായിക്കും. ശരി ശരി. പിന്നെ വ്യാപാരവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളെ തീരുമാനിച്ചില്ലേ? ഉണ്ട്. ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, അതായത് സ്വതന്ത്ര വ്യാപാര കരാർ തുടങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. അതിനേക്കാളും ഒരുപക്ഷെ ശ്രദ്ധേയം, ഇന്ത്യൻ രൂപയും മാലിദ്വീപ് റുഫിയായും ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാട് നടത്താനുള്ള ഒരു സംവിധാനം, ഒരു കറൻസി പേയ്മെന്റ് സിസ്റ്റം. ഓക്കെ, റുഫിയ പേയ്മെന്റ് സിസ്റ്റം. അതിന്റെ ഗുണം എന്താണ്? പ്രധാനമായും ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാം. വ്യാപാരം കുറച്ചുകൂടി എളുപ്പമാകും. കറൻസി സ്വാപ്പ് കരാറുകളും ഇതുപോലെ സെൻട്രൽ ബാങ്കുകൾ തമ്മിൽ കറൻസി കൈമാറാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ സംഭവങ്ങളെയൊക്കെ ഇന്ത്യയുടെ ആ വലിയ നയതന്ത്രത്തിന്റെ ഭാഗമായി എങ്ങനെ കാണാം, ഈ അയൽപക്കം ആദ്യം എന്ന ആശയത്തിന്റെ വെളിച്ചത്തിൽ? അതെ, അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം വരുന്നത്. ലേഖനം പറയുന്നത് പോലെ ഇപ്പോൾ ലോകത്ത് പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരു സ്ഥിരതയുള്ള സൗഹൃദമുള്ള അയൽപക്കം എന്നത് വളരെ പ്രധാനമാണ്. സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും അത് വേണം. മാലിദ്വീപിന്റെ അനുഭവം നോക്കിയാൽ ചിലപ്പോൾ ഒരു രാജ്യത്തെ ആഭ്യന്തര രാഷ്ട്രീയം താൽക്കാലികമായി ഇന്ത്യക്ക് എതിരാണെന്ന് തോന്നിയേക്കാം. ശരിയാണ്. പക്ഷേ സാമ്പത്തിക ആവശ്യങ്ങളും വികസനത്തിന്റെ കാര്യങ്ങളും വരുമ്പോൾ അവർക്ക് വീണ്ടും സഹകരണം വേണ്ടിവരും. ഇവിടെ ഇന്ത്യയുടെ ഒരു ക്ഷമയോടെയുള്ള സമീപനം വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ സ്മൂത്തായി പോകുമോ? ഇല്ല. തീർച്ചയായും വെല്ലുവിളികളുണ്ട്. ഗുണങ്ങൾ പോലെ തന്നെ നമ്മൾ ഈ സാമ്പത്തിക സഹായം കൊടുക്കുമ്പോൾ വിശ്വാസം കൂടും. ചൈന പോലുള്ളവരുടെ സ്വാധീനം ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റിയേക്കാം. പ്രാദേശിക സ്ഥിരതയ്ക്കും വ്യാപാരത്തിനും നല്ലതാണ്. പക്ഷേ ചിലപ്പോൾ ഈ വലിയേട്ടൻ മനോഭാവം എന്നൊരു തോന്നൽ വരാം. അത് വരാം. പിന്നെ ആ രാജ്യങ്ങളുടെ രാഷ്ട്രീയത്തിലെ ഇന്ത്യാവിരുദ്ധ വികാരങ്ങൾ, ചൈനയുടെ സ്വാധീനം കൂടുന്നത്, പിന്നെ നമ്മൾ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികൾ വൈകുന്നത്, ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിൽ നിന്നുള്ള ഒരു പ്രധാന പാഠം? മാലിദ്വീപ് സംഭവം നൽകുന്നൊരു പ്രധാന സൂചന, അയൽരാജ്യങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം, പ്രായോഗികമായ സഹായം നൽകണം, പിന്നെ ക്ഷമ വേണം. ശരി. നയതന്ത്രം ക്ഷമയോടെ തുടരണം. കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ അത് നടപ്പാക്കാൻ ശ്രമിക്കണം. പിന്നെ ഏത് ഗവൺമെന്റ് അവിടെ വന്നാലും നല്ലൊരു ആശയവിനിമയം നിലനിർത്തണം. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാല് മാലിദ്വീപുമായുള്ള ഈ പുതിയ ധാരണകൾ കാണിക്കുന്നത് വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഇന്ത്യ അയൽപക്കം ആദ്യം എന്ന നയം വിട്ടിട്ടില്ല. അതെ, പ്രായോഗികമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നു. അതിന് സാമ്പത്തിക സഹായവും നയതന്ത്രവും ഒരുപോലെ ഉപയോഗിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഈയൊരു പ്രക്ഷുബ്ധമായ ലോക സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏറ്റവും വേണ്ടത് ഒരു സുസ്ഥിരവും സൗഹൃദപരമായ അയൽപക്കമാണ്. അതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള നിക്ഷേപം തുടർന്നുകൊണ്ടേയിരിക്കണം. അത് ഇന്ത്യൻ വിദേശനയത്തിന്റെ ഒരു പ്രധാന ആവശ്യം തന്നെയാണ്. ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്കും ഒരു കാര്യം ആലോചിക്കാം. ഈ സാമ്പത്തിക സഹായത്തിനൊക്കെ അപ്പുറം അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സാംസ്കാരിക ബന്ധം, അല്ലെങ്കിൽ അവിടത്തെ സാധാരണ ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അതൊക്കെ ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊരു പ്രധാന ചോദ്യമാണ്. ശരി. അപ്പോൾ നമുക്ക് അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ത്യയും UK-യും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ, അതായത് FTA. അതെ. അതിൽ തന്നെ ഈ കരാറിന് ഇന്ത്യയുടെ ഡിജിറ്റൽ മേഖലയിലുള്ള സ്വാധീനം, ചില ആശങ്കകൾ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഈ അടുത്തു വന്ന ഒരു വിശകലന ലേഖനമുണ്ടല്ലോ, അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സംസാരം. തീർച്ചയായും. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തില് ശരിക്കും പറഞ്ഞാൽ വ്യാപാര കരാറുകൾക്കൊരു പ്രത്യേക മാനമുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയെപ്പോലെ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു ഡിജിറ്റൽ എക്കോണമിക്ക്. അതെ അതെ. പിന്നെ നിങ്ങൾ UPSC പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഈ വിഷയം എങ്ങനെ പ്രസക്തമാവുന്നു എന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ UPSCയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടെ ഒന്ന് പറയാം. പ്രിലിംസിന് നോക്കുവാണെങ്കിൽ ഇത് ഇന്ത്യൻ എക്കോണമിയിൽ വരും. FTAകൾ, ഡിജിറ്റൽ എക്കോണമി, പിന്നെ ഈ ഡേറ്റ ലോക്കലൈസേഷൻ പോലുള്ള കാര്യങ്ങൾ. ശരിയാണ്. സയൻസ് ആൻഡ് ടെക്കില് AI, സോഴ്സ് കോഡ് ഒക്കെ വരാം. ഗവേണൻസില് ഡേറ്റ ഗവേണൻസ്. മെയിൻസിലേക്ക് വന്നാൽ GS പേപ്പർ 2, അതായത് സർക്കാർ നയങ്ങൾ, ഉഭയകക്ഷി കരാറുകൾ. അതുപോലെ GS പേപ്പർ 3 സയൻസ് ടെക്, IT, ഇന്ത്യൻ എക്കണോമി, ഇതിലെല്ലാം ഇത് കണക്റ്റഡ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ലേഖനത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, ഇന്ത്യ ഈ ഡിജിറ്റൽ വിഷയങ്ങളിൽ
കുറച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട് എന്നാണ്. അത് നമ്മുടെ ഡിജിറ്റൽ പരമാധികാരത്തെ ബാധിക്കുമെന്നും പറയുന്നു. എന്തൊക്കെയാണ് ആ വിട്ടുവീഴ്ചകൾ? ശരിയാണ്. പ്രധാനമായും 3 കാര്യങ്ങളാണ് അവർ എടുത്തു പറയുന്നത്. ഒന്നാമത്തേത് ഈ സോഴ്സ് കോഡിന്റെ കാര്യം. അതായത് സുരക്ഷാ പരിശോധനകൾക്ക് വേണ്ടി വിദേശ സോഫ്റ്റ്വെയറുകളുടെ സോഴ്സ് കോഡ് ചോദിക്കാനുള്ള ഇന്ത്യയുടെ അവകാശം വേണ്ടെന്ന് വെച്ചു. ഇത് ശരിക്കും WTOയിൽ നമ്മൾ മുമ്പെടുത്ത നിലപാടിന് വിരുദ്ധമാണ്. ഓഹോ. അതെ, അത് സുരക്ഷാപരമായി എത്രത്തോളം പ്രശ്നമുണ്ടാക്കും എന്ന് നമ്മൾ ആലോചിക്കണം. ശരി. രണ്ടാമത്തെ കാര്യം ഈ ഓപ്പൺ ഗവൺമെന്റ് ഡേറ്റ, അതായത് നമ്മുടെ സർക്കാർ ശേഖരിക്കുന്ന ഡേറ്റ UK കമ്പനികൾക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ലാതെ ലഭ്യമാക്കണം എന്നൊരു വ്യവസ്ഥ. ഓക്കേ. ഇന്നത്തെ കാലത്ത് AI ഡെവലപ്മെന്റിന് ഡേറ്റ എത്ര പ്രധാനമാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ തദ്ദേശീയ AI സ്റ്റാർട്ടപ്പുകളെ എങ്ങനെ ബാധിക്കും, നമ്മുടെ സുരക്ഷയെ എങ്ങനെ ബാധിക്കും, ഇതൊക്കെ ചോദ്യങ്ങളാണ്. ശരിയാണ്. മൂന്നാമതായിട്ട് ഡേറ്റ ലോക്കലൈസേഷൻ, അതായത് ഡേറ്റ ഇന്ത്യയിൽ തന്നെ സൂക്ഷിക്കണം എന്ന കാര്യത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പക്ഷേ ഭാവിയിൽ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്തിന് ഒരു ഇളവ് കൊടുത്താൽ അതേ ഇളവ് UKയ്ക്കും കൊടുക്കേണ്ടി വരും. MFN ക്ലോസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. മോസ്റ്റ് ഫേവേർഡ് നേഷൻ. അതെ, ഇത് നമ്മുടെ ഭാവിയിലെ പോളിസി തീരുമാനങ്ങളെക്കുറിച്ചൊന്ന് കെട്ടിയിടാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് ലേഖകൻ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് പറയുന്നത്. എന്തുകൊണ്ടാണ് കൃഷി, മാനുഫാക്ചറിംഗ് ഈ മേഖലകളിലൊന്നും കാണിക്കാത്ത ഒരു വിട്ടുവീഴ്ച ഡിജിറ്റൽ സൈഡിൽ മാത്രം ഇന്ത്യ കാണിക്കുന്നത്? അത് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ്. എന്താണെന്ന് വെച്ചാൽ കൃഷിക്കും വ്യവസായങ്ങൾക്കുമൊക്കെ ഇവിടെ ശക്തമായ ലോബികളുണ്ട്, വോട്ട് ബാങ്കുണ്ട്. പക്ഷേ ഈ ഡിജിറ്റൽ പരമാധികാരം എന്നത് സാധാരണക്കാരന് അത്ര പെട്ടെന്ന് മനസ്സിലാവുന്ന ഒന്നല്ല. അതിനുവേണ്ടി വാദിക്കാൻ ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് ഒരു രാഷ്ട്രീയ സമ്മർദ്ദ ഗ്രൂപ്പ് ഇവിടെ കുറവാണ്. ശരിയാണ്. അപ്പോൾ ചർച്ചകളിൽ ഈ ഭാഗത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ എളുപ്പമാണ്. അതാണ് ലേഖകൻ പറയുന്നത്. പോരാത്തതിന് ഡിജിറ്റൽ നിയമങ്ങൾ ഒരിക്കലുണ്ടാക്കിയാൽ പിന്നെ മാറ്റം വരുത്താൻ ഭയങ്കര പാടാണ്. അത് ശരിയാണ്. ഈ ചർച്ചയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ഡിജിറ്റൽ പരമാധികാരം പോലുള്ളവ, അതൊന്ന് ലളിതമായിട്ട് പറയാമോ? തീർച്ചയായും. ഡിജിറ്റൽ പരമാധികാരം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന് അതിന്റെ അതിർത്തിക്കുള്ളിലെ ഡേറ്റ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഈ ഡിജിറ്റൽ എക്കോണമി, ഇതിനെയെല്ലാം സ്വന്തം നിയമങ്ങൾ വെച്ച് നിയന്ത്രിക്കാനുള്ള കഴിവ്, പുറത്തുനിന്നുള്ള സ്വാധീനമില്ലാതെ. അതുപോലെ സോഴ്സ് കോഡ്, അതൊരു സോഫ്റ്റ്വെയറിന്റെ അടിത്തറയാണ്, അതിന്റെ ബ്ലൂ പ്രിന്റ്. അത് നോക്കിയാലേ അതിൽ വല്ല സുരക്ഷാ പ്രശ്നമോ വേറെന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റൂ. ഓപ്പൺ ഗവൺമെന്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ സർക്കാർ ഡേറ്റ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. സുതാര്യതയ്ക്കും AI ട്രെയിനിങ്ങിനുമൊക്കെ ഇത് ഉപയോഗിക്കാം. ഡേറ്റ ലോക്കലൈസേഷൻ, നമ്മുടെ ഡേറ്റ രാജ്യത്ത് തന്നെ വെക്കണമെന്നതാണ്. ഫ്രീ ഫ്ലോ ഓഫ് ഡേറ്റ, ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഡേറ്റ അതിർത്തി കടന്നുപോകട്ടെ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു വലിയ ചിത്രത്തിൽ നോക്കിയാൽ ഈ FTA വ്യവസ്ഥകൾ ഇന്ത്യയുടെ ദീർഘകാല പ്ലാനുകൾ, പ്രത്യേകിച്ചും ഈ വികസിത് ഭാരത് എന്നൊക്കെയുള്ള ആശയങ്ങൾ, അതിനൊക്കെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഇത് ശരിക്കും പറഞ്ഞാൽ 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യ നേരിടുന്ന ഒരു വലിയ ചോദ്യമാണ്. ഒരു വശത്ത് നമുക്ക് ഗ്ലോബൽ ട്രേഡ് വേണം, നിക്ഷേപം വേണം. മറുവശത്ത് നമ്മുടെ ഡിജിറ്റൽ അസറ്റ്സ്, പൗരന്മാരുടെ ഡേറ്റ, ഇതിൻ്റെയൊക്കെ കൺട്രോൾ നഷ്ടപ്പെടാനും പാടില്ല. ലേഖനം ഒരു വാണിംഗ് തരുന്നുണ്ട്. അതായത് ഇന്ത്യ ഒരു ഡിജിറ്റൽ കോളനിയായി മാറാനുള്ള സാധ്യത. ഡിജിറ്റൽ കോളനി? അതെ, അതായത് നമ്മുടെ ഡേറ്റയും മാർക്കറ്റും വിദേശ ടെക്നോളജിക്ക് കൊടുത്ത് നമ്മൾ അതിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരവസ്ഥ. ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. പക്ഷേ ഇതിനനുകൂലമായിട്ടും വാദങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും. രണ്ടു വശവും കാണണം. വ്യാപാര കരാറുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും. അതാണ് പ്രധാന അനുകൂലവാദം. UK-യിൽ നിന്ന് ടെക്നോളജി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വരാൻ ഇത് സഹായിച്ചേക്കാം. പിന്നെ ഈ ഓപ്പൺ ഡാറ്റ വ്യവസ്ഥ പോലുള്ള കാര്യങ്ങൾ നിയമപരമായി അത്ര സ്ട്രിക്റ്റ് അല്ല, ഒരു ബെസ്റ്റ് എൻഡവർ ക്ലോസ് ആണ് എന്നും വാദിക്കുന്നവരുണ്ട്. പക്ഷേ എതിർവാദങ്ങൾക്കാണ് കുറച്ചുകൂടി ഗൗരവം. നമ്മുടെ പരമാധികാരം പോകുന്നു, സോഴ്സ് കോഡ് ചെക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സുരക്ഷാ ഭീഷണിയുണ്ട്. ശരിയാണ്. ഡാറ്റ മിസ്യൂസ് ചെയ്യപ്പെടാം. നമ്മുടെ ലോക്കൽ AI സ്റ്റാർട്ടപ്പുകൾക്ക് ഇതിനു തിരിച്ചടിയാവാം. പിന്നെ ഈ നിയമങ്ങൾ പിന്നീട് മാറ്റാൻ പറ്റില്ല എന്ന പ്രശ്നവുമുണ്ട്. അപ്പോ എന്താണൊരു വഴി, ഇതിനൊരു പരിഹാരം? ഇന്ത്യ എങ്ങനെ മുന്നോട്ടു പോകണം എന്നാണ് ഈ ലേഖനം സജസ്റ്റ് ചെയ്യുന്നത്? ലേഖനം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായി, ഇത്തരം ചർച്ചകൾക്ക് പോകും മുമ്പ് നമുക്ക് വ്യക്തമായൊരു ദേശീയ ഡിജിറ്റൽ നയം വേണം.
ശരി. രണ്ടാമതായി, ഈ FTA ചർച്ചകളിലൊക്കെ വാണിജ്യ വിദഗ്ധരുടെ കൂടെ ഡിജിറ്റൽ ടെക്നോളജിയിലും പോളിസിയിലുമൊക്കെ എക്സ്പെർട്ടൈസ് ഉള്ളവരെയും ഉൾപ്പെടുത്തണം. അത് നല്ല പോയിന്റാണ്. പിന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പോലും അവരുടെ പഴയ നിലപാടുകളിൽ നിന്നൊക്കെ മാറുന്നുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ലോകത്ത് വളർന്നുവരുന്ന രാജ്യങ്ങൾക്ക് സ്വന്തം ഡിജിറ്റൽ ഭാവി തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടാക്കാൻ ഇന്ത്യ മുൻകൈയെടുക്കണം. അപ്പോ ഈ ഇന്ത്യ UK FTAയുടെ ഡിജിറ്റൽ ഭാഗം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ചിന്തിപ്പിക്കുന്നുണ്ട്. വ്യാപാര നേട്ടങ്ങൾക്കായി നമ്മുടെ ഡിജിറ്റൽ സ്വാതന്ത്ര്യത്തിൽ ഭാവിയിൽ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാം? ഇതൊരു വലിയ ചോദ്യമാണ്. ഇത് ഇന്ത്യയുടെ വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തെ സഹായിക്കുമോ അതോ പിന്നോട്ടു വലിക്കുമോ? ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. തീർച്ചയായും. ശരി, അപ്പൊ നമുക്ക് അടുത്തതായി ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ കണ്ടൽക്കാടുകളുടെ സംരക്ഷണം, അതായത് മാംഗ്രോവ് കൺസർവേഷൻ, അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് കിട്ടിയൊരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് കേട്ടോ ഈ വിശകലനം. അപ്പോ UPSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ആദ്യം നോക്കാം, അല്ലേ? പ്രിലിംസിന് നോക്കുവാണെങ്കിൽ പരിസ്ഥിതി, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, ഗവേണൻസ്, ഇതിലൊക്കെ വരാം. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 3 സംരക്ഷണം, ദുരന്ത നിവാരണം, അതുപോലെ GS പേപ്പർ 2 സമൂഹ പങ്കാളിത്തം, ഇതിലൊക്കെ ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. അതെ. ഈ ലേഖനത്തിന്റെ ഒരു പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തീരദേശങ്ങളിലെ സമ്പദ്വ്യവസ്ഥയ്ക്കും പിന്നെ കാലാവസ്ഥാ മാറ്റത്തെ ചെറുക്കാനും കണ്ടൽക്കാടുകൾ വളരെ അത്യാവശ്യമാണ്. പക്ഷേ പലപ്പോഴും നയങ്ങളുണ്ടാക്കുമ്പോൾ ഇവയ്ക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം. അതായത്, കണ്ടൽക്കാടുകളെ വെറുതെ ഒരു ജൈവ വൈവിധ്യ സ്ഥലമായിട്ട് മാത്രം കാണാതെ നമ്മുടെ കാലാവസ്ഥയ്ക്കും സമ്പദ്വ്യവസ്ഥയ്ക്കും താങ്ങാവുന്ന ഒരു അടിസ്ഥാന സൗകര്യമായിട്ട് ക്ലൈമറ്റ് ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറായി പരിഗണിക്കണം എന്നാണ് ലേഖനം പറയുന്നത്. ഓഹോ, അപ്പൊ ഇതിനൊരു 3 തൂണുകളുള്ള തന്ത്രം, ഒരു 3 പില്ലർ സ്ട്രാറ്റജി ലേഖനം പറയുന്നുണ്ട്, അല്ലേ? ശരിയാണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, ടെക്നോളജിയുടെ ഉപയോഗം. അതായത്, കണ്ടൽക്കാടുകളുടെ ശരിക്കുള്ള മൂല്യം, ഈ നാച്ചുറൽ ക്യാപിറ്റൽ എന്ന് പറയില്ലേ, അത് അളക്കാൻ സാറ്റലൈറ്റ്, ഡ്രോൺ, ജിയോസ്പേഷ്യൽ AI ഒക്കെ ഉപയോഗിക്കുക. പിന്നെ അവ സംഭരിക്കുന്ന ബ്ലൂ കാർബൺ എത്രയുണ്ടെന്ന് കണക്കാക്കുക. അത് വളരെ പ്രധാനമാണ്. 2, പ്രാദേശിക സമൂഹങ്ങൾ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ, അവരുടെ നേതൃത്വത്തിൽ സംരക്ഷണം കൊണ്ടുവരിക, കമ്മ്യൂണിറ്റി ലെഡ് കോൺസർവേഷൻ. ഈ ഈക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റീസ്, ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റീസ് പോലുള്ള നല്ല മാതൃകകളുണ്ടല്ലോ, അതുവഴി. മൂന്നാമത്തത് സിറ്റിസൺ സയൻസ് ആണ്. സിറ്റിസൺ സയൻസോ? അതെ, ജനകീയ ശാസ്ത്രം. ഈ മാംഗ്രോവ് മിത്രാസ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ സാധാരണ ജനങ്ങളെ കൂടി ഇതിൽ പങ്കാളികളാക്കുക. ഈ 3ഉം ചേർന്നു വരണം. ശരി. അപ്പോൾ പ്രിലിംസിന് ഉപകാരപ്പെടുന്ന ചില വാക്കുകൾ ഇതിൽ വരുന്നുണ്ട്. ഈ ബ്ലൂ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് ഓർക്കേണ്ടത്? ബ്ലൂ കാർബൺ, അത് നമ്മുടെ സമുദ്ര തീരദേശ ആവാസ വ്യവസ്ഥകളിലെ കണ്ടൽക്കാടുകൾ, കടൽപ്പുല്ലുകൾ, ഇവയൊക്കെ സംഭരിക്കുന്ന കാർബണാണ്. ഒരു പ്രധാന കാര്യം, കരയിലുള്ള ഫോറസ്റ്റ്, അതായത് വനങ്ങളെക്കാളും വേഗത്തിലും കൂടുതലായും കാർബൺ വലിച്ചെടുത്ത് സ്റ്റോർ ചെയ്യാൻ ഇവയ്ക്ക് പറ്റും. ഓഹോ. അതെ. പിന്നെ നാച്ചുറൽ ക്യാപിറ്റൽ, അതൊരു രാജ്യത്തിന്റെ മൊത്തം പ്രകൃതി വിഭവങ്ങളാണ്. മണ്ണ്, വെള്ളം, വായു, ജീവജാലങ്ങൾ എല്ലാം വരും. സിറ്റിസൺ സയൻസ് എന്ന് വെച്ചാൽ സാധാരണക്കാരെ സയന്റിഫിക് റിസർച്ചിൽ പങ്കാളികളാക്കുക, ഡേറ്റ കളക്ട് ചെയ്യാനൊക്കെ. ഓക്കെ. JFM-DCO, അത് വനം വകുപ്പും നാട്ടുകാരും അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയും ഒരുമിച്ച് ഫോറസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന സംവിധാനങ്ങളാണ്. ഓക്കെ. ഇനിയിപ്പം മെയിൻസിന്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാലോ, ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന തന്ത്രം ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് എത്രത്തോളം നടപ്പാക്കാൻ പറ്റുന്നതാണ്. ഇത് ഇന്ത്യക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് വലിയൊരു തീരപ്രദേശമുണ്ട്, കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ കണ്ടൽ സംരക്ഷണം എന്നത് വെറുമൊരു എൻവയോൺമെന്റൽ ഇഷ്യൂ അല്ല, ഇത് നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്, സാമ്പത്തിക സ്ഥിരതയുടെ ഭാഗമാണ്. ശരിയാണ്. തമിഴ്നാട്ടിലും മുംബൈയിലും ഗുജറാത്തിലുമൊക്കെ ചില നല്ല ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണമാതൃക വേണമെന്നാണ്. എല്ലാവരെയും ഉൾക്കൊള്ളണം. അപ്പോ ഈ സമീപനത്തിന് ഗുണങ്ങളുണ്ടാവും, അതുപോലെ ചില വെല്ലുവിളികളും കാണുമല്ലോ. എന്തൊക്കെയാണ് ലേഖനം പറയുന്നത്? ഗുണങ്ങൾ: ഒന്ന്, ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്.
എല്ലാം ഒന്നിച്ചു കാണുന്നു. പിന്നെ ഡേറ്റ വെച്ചുള്ള പോളിസി ഉണ്ടാക്കാം, പ്രാദേശിക സമൂഹങ്ങൾക്ക് കൂടുതൽ അധികാരം കിട്ടും, ജനങ്ങൾക്കും പങ്കെടുക്കാൻ അവസരം കിട്ടും. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ശരി. വെല്ലുവിളികൾ ഒന്ന്, സാങ്കേതികവിദ്യ ഉപയോഗിക്കാനും അതിന്റെ വിലയിരുത്താനുമുള്ള പണവും വൈദഗ്ധ്യവും. അതിനൊരു ഗ്യാപ്പുണ്ട്. പിന്നെ പലപ്പോഴും ഈ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ, അവരുടെ താൽപ്പര്യങ്ങൾ, അത് സംരക്ഷണത്തിനെതിരായി വരാം, ഒരു താൽപ്പര്യ സംഘർഷം. പിന്നെ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു മടി അല്ലെങ്കിൽ താമസം, വേണ്ടത്ര ട്രെയിനിങ് കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെയുണ്ട്. അപ്പോ ഇതൊക്കെ മറികടന്ന് ഇന്ത്യ എങ്ങനെ മുന്നോട്ടു പോകണമെന്നാണ് ലേഖനം നിർദ്ദേശിക്കുന്നത്? ഇപ്പം നിലവിലുള്ള MIST എന്നൊരു പദ്ധതിയുണ്ട് കേന്ദ്രത്തിൻ്റെതായിട്ട്. അതിനെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വെച്ച് ശക്തിപ്പെടുത്തണം. പിന്നെ രാജ്യത്തെ കണ്ടൽക്കാടുകളുടെ ഒരു ഹെൽത്ത് കാർഡ് പോലെയൊന്ന് തയ്യാറാക്കണമെന്ന് പറയുന്നുണ്ട്, ഓരോ സ്ഥലത്തെയും അവസ്ഥ അറിയാൻ. നല്ല ആശയമാണല്ലോ. അതെ. പിന്നെ ഈ JFMEDC മാതൃകകൾ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കണം. കമ്പനികളുടെ CSR ഫണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടുകൾ, ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ബ്ലൂ ഇക്കോണമി പോളിസിയിൽ കണ്ടൽ സംരക്ഷണത്തിനൊരു പ്രധാന സ്ഥാനം കൊടുക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കണ്ടൽ കാടുകളെ ഇന്ത്യയുടെ സാമ്പത്തിക, കാലാവസ്ഥ സുരക്ഷയുടെ ഭാഗമായി കണ്ട് സംരക്ഷിക്കണം, അല്ലാതെ വെറും മരങ്ങളായിട്ടല്ല. വളരെ ശരിയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, കണ്ടൽ സംരക്ഷണം എന്നത് വളരെ ഗൗരവമുള്ള പല തലങ്ങളുള്ളൊരു വിഷയമാണ്. വെറുതെ മരം നടൽ മാത്രമല്ല. അതെ. ഓർക്കേണ്ടത്, ഇത് എല്ലാവരുടെയും ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ്, സയന്റിസ്റ്റ്സ്, ഇൻഡസ്ട്രി, പിന്നെ അവിടുത്തെ സാധാരണ ജനങ്ങൾ എല്ലാവരും ഒന്നിക്കണം. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്താം. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്ത ചർച്ച ചെയ്യാം. നമസ്കാരം. നമ്മളിന്ന് ദ ഹിന്ദു പത്രത്തിൽ വന്ന ഒരു പ്രധാന ലേഖനമാണ് ചർച്ച ചെയ്യുന്നത്. തമിഴ്നാട് വിദ്യാഭ്യാസ മാതൃക. അതെ. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ഒരു മോഡൽ. ഇത് എങ്ങനെയാണ് ഇത്ര വിജയകരമായതെന്നും മറ്റും നമുക്ക് നോക്കാം. നിങ്ങളൊരു UPSC പരീക്ഷാർത്ഥിയാണെങ്കിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായും. ഈ വിഷയം UPSC പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്ങനെയാണത് വരുന്നത്? പ്രിലിംസിനും മെയിൻസിനും? പ്രിലിംസിൽ നോക്കുകയാണെങ്കിൽ സാമൂഹിക വിഷയങ്ങൾ വിദ്യാഭ്യാസം ഭാഗത്തു വരാം. പിന്നെ ഗവേണൻസ്, സർക്കാർ പദ്ധതികൾ, ഉച്ചഭക്ഷണ പദ്ധതി, NEP ഒക്കെ ഇതിൽ വരും. ഓ ശരി. അതുപോലെ ആധുനിക ചരിത്രത്തിൽ ജസ്റ്റിസ് പാർട്ടി, ദ്രാവിഡ പ്രസ്ഥാനമൊക്കെ ലിങ്ക് ചെയ്യാം. ഓക്കെ. മെയിൻസിലോ? മെയിൻസിൽ GS പേപ്പർ 1, സാമൂഹിക ശാക്തീകരണം, സ്ത്രീകളുടെ പങ്ക്, അവിടെ ചോദ്യങ്ങൾ വരാം. പിന്നെ GS പേപ്പർ 2. GS 2 is? അതെ, ദുർബല വിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ, വിദ്യാഭ്യാസം, മാനവ വിഭവശേഷി, ഇതൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ തമിഴ്നാട് മോഡൽ ഒരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. ശരി ശരി. അപ്പൊ ലേഖനത്തിലേക്ക് കടക്കാം. എന്താണിതിലെ പ്രധാന കണ്ടെത്തലുകൾ? പ്രധാനമായിട്ടും ലേഖനം പറയുന്നത് തമിഴ്നാടിന്റെ സാമൂഹിക പുരോഗതിക്ക് കാരണം വിദ്യാഭ്യാസമാണെന്നാണ്. സാമൂഹ്യനീതി നടപ്പാക്കാനുള്ള ഒരു പ്രധാന ടൂളായിട്ടാണ് അവർ വിദ്യാഭ്യാസത്തെ കണ്ടത്. ഇതിന്റെ വേരുകൾ ഒരു നൂറ്റാണ്ട് പിന്നിലുണ്ട്. ഒരു നൂറ്റാണ്ടോ? അതെ. 1920-ൽ, ഓർക്കണം, ഇന്ത്യയിൽ ആദ്യമായി ഉച്ചഭക്ഷണ പദ്ധതി വരുന്നത് മദ്രാസ് കോർപ്പറേഷനിലാണ്. ജസ്റ്റിസ് പാർട്ടിയായിരുന്നു പിന്നിൽ. ഓ, അപ്പൊ അത്രയും ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ടല്ലേ? തീർച്ചയായും. ആ ഒരു തുടർച്ചയാണ് ഇന്നത്തെ നേട്ടങ്ങൾക്ക് പിന്നിലും. ഈ അടുത്ത ഒരു വാർത്തയുണ്ടായിരുന്നല്ലോ, ആദിദ്രാവിഡർ, ആദിവാസി ക്ഷേമ സ്കൂളുകളിലെ കുട്ടികൾ IIT, NIT ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങളിലെത്തിയത്. 13 കുട്ടികൾ. അതെ അതെ. അത് ഈ മാതൃകയുടെ വലിയൊരു വിജയമായിട്ടാണ് ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അതൊരു ഒറ്റപ്പെട്ട കാര്യമല്ല. അതിനു പിന്നിലൊരു സിസ്റ്റമുണ്ട് അല്ലേ? ഉണ്ട്. ഒരു വലിയ പിന്തുണാ സംവിധാനം തന്നെയുണ്ട്. പ്രത്യേക കോച്ചിംഗ്, സ്കോളർഷിപ്പുകൾ, സൗജന്യ വിദ്യാഭ്യാസം, ഹോസ്റ്റൽ സൗകര്യം, ഫീസ് ഇളവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിന്റെയൊക്കെ ഫലമാണ് തമിഴ്നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസത്തിലെ മൊത്ത എൻറോൾമെന്റ് അനുപാതം, അതായത് GER 47%. 47%? അതെ. ദേശീയ ശരാശരി എത്രയാണെന്നോ? വെറും 28.4%. ഓഹോ, വലിയ വ്യത്യാസം. അതെ. സ്ത്രീകളുടെ കാര്യത്തിലും അവർ വളരെ മുന്നിലാണ്. ഇതിനൊക്കെ അടിത്തറയിട്ടത് നേരത്തെ പറഞ്ഞ ജസ്റ്റിസ് പാർട്ടിയുടെ കമ്മ്യൂണൽ ജിയോ, പിന്നെ ദ്രാവിഡ പ്രസ്ഥാനമൊക്കെയാണ്. പുതിയ പദ്ധതികളും വിജയമാണെന്ന് പറയുന്നുണ്ടല്ലോ. പുതുമൈ പെൺ ഇല്ലം തേടി കൽവി. അതെ. പുതുമൈ പെൺ സർക്കാർ സ്കൂളിലെ പെൺകുട്ടികൾക്ക് ഉന്നത പഠനത്തിന് മാസം 1000 രൂപ കൊടുക്കുന്ന പദ്ധതിയാണ്. നല്ലൊരു പ്രോത്സാഹനമാണത്.
വളരെ വലിയൊരു പ്രോത്സാഹനമാണ്. ഇല്ലം തേടിക്കൽവി ആണെങ്കിൽ കോവിഡിന് ശേഷമുള്ള പഠനവിടവ് നികത്താൻ തുടങ്ങിയതാണ്. വോളണ്ടിയർമാർ വീടുകളിൽ പോയി പഠിപ്പിക്കും. ശരിയാണ്. അതൊക്കെ ഈ സമഗ്രമായ സമീപനത്തിന്റെ ഭാഗമാണ്. അതെ. അപ്പോ പ്രിലിംസിന് തയ്യാറെടുക്കുന്നവർക്കായി ചില പ്രധാന ആശയങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് ഒന്ന് പെട്ടെന്ന് പറയാമോ? പറയാം. 1. സാമൂഹ്യനീതി, സോഷ്യൽ ജസ്റ്റിസ്. എല്ലാവർക്കും തുല്യ അവസരം, പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പരിഗണന. ഓക്കെ. 2. മൊത്തം എൻറോൾമെന്റ് അനുപാതം, GER. യോഗ്യരായ പ്രായത്തിലുള്ളവരിൽ എത്ര ശതമാനം പേർ ഒരു പ്രത്യേക വിദ്യാഭ്യാസ തലത്തിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് എന്നത്. ശരി. 3. ഉച്ചഭക്ഷണ പദ്ധതി, മിഡ് ഡേ മീൽ സ്കീം, PM പോഷാൻ. സ്കൂളിലെ പോഷകാഹാരം, ഹാജറ്, പഠനം തുടരലൊക്കെ മെച്ചപ്പെടുത്താനുള്ള പദ്ധതി. 4. 4. ജസ്റ്റിസ് പാർട്ടിയും ദ്രാവിഡ പ്രസ്ഥാനവും. തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക്, ജാതിവിരുദ്ധതയ്ക്ക്, അവസര സമത്വത്തിനു വേണ്ടി പ്രവർത്തിച്ച ചരിത്രപരമായ പ്രസ്ഥാനങ്ങൾ. ഇവയെക്കുറിച്ചും ഒരു ധാരണ വേണം. ഓക്കെ. ഇനി മെയിൻസിന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാലോ? ഈ മാതൃകയെ എങ്ങനെ വിശകലനം ചെയ്യാം? ഗുണങ്ങളും ദോഷങ്ങളും. തീർച്ചയായും. ഇതൊരു നല്ല കേസ് സ്റ്റഡിയാണെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ ശക്തി, പ്രോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ: 1. സാമൂഹ്യനീതിയിലുള്ള ദീർഘകാല ഊന്നൽ. 2. കുട്ടികൾക്കുള്ള സമഗ്രമായ സപ്പോർട്ട് സിസ്റ്റംസ്. പിന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം. 4. ഉയർന്ന GER പോലെ നമുക്ക് കാണാൻ പറ്റുന്ന റിസൾട്ടുകൾ. എന്നാൽ ഇതിന് വിമർശനങ്ങളും കാണുമല്ലോ. ഉണ്ട്. വിമർശനങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് ഈ ഉയർന്ന GER എന്നത് എണ്ണത്തിലുള്ള വർധനവും മാത്രമാണോ, അതോ ഗുണനിലവാരവും ഉറപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതൊരു പ്രധാന ചോദ്യമാണ്. അതെ. വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി, പിന്നെ ഇത്രയും വലിയ പദ്ധതികളുടെ സാമ്പത്തിക ഭാരം, അത് സംസ്ഥാനത്തിന് എത്രത്തോളം താങ്ങാനാവും, രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ ഇതിനു പിന്നിലുണ്ടോ എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട്. അപ്പോ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട്? ഒരു പ്രധാന പാഠം വിദ്യാഭ്യാസത്തെ സാമൂഹിക സമത്വം നേടാനുള്ളൊരു ടൂളായി കാണാൻ പറ്റും എന്നതാണ്. ശരി. പിന്നെ ഒറ്റപ്പെട്ട പദ്ധതികൾക്ക് പകരം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, സമഗ്രമായൊരു സമീപനം വേണം. ഓരോ സംസ്ഥാനവും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് വേണം ഇത് നടപ്പാക്കാൻ. തമിഴ്നാട് മോഡൽ അതേപടി കോപ്പിയടിക്കാൻ പറ്റില്ല. ക്വാളിറ്റിയിൽ ശ്രദ്ധ വേണം, അല്ലേ? തീർച്ചയായും. എണ്ണത്തോടൊപ്പം ഗുണനിലവാരം ഉറപ്പാക്കണം. അതിൽ തുടർശ്രദ്ധ വേണം. ഇന്നത്തെ ഈ ചർച്ച നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് കരുതുന്നു. ഈ പറഞ്ഞ വിഷയങ്ങൾ ഇന്ന് തന്നെ ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അത് ഓർമ്മയിൽ നിൽക്കാൻ നല്ലതാണ്. അതെ. തമിഴ്നാടിന്റെ ഈ മാതൃക ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമൂഹ്യനീതി നയങ്ങൾ എങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ നടപ്പാക്കാം എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. പക്ഷേ ഈ നേട്ടങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം ഗുണനിലവാരം എങ്ങനെ ഉറപ്പാക്കാം എന്നത് പ്രധാനമാണ്. നാളെ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.